ഹലോ, നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ആൻഡ് ഹെൽത്തി ആയിട്ടൊരു പുട്ടുണ്ടാക്കിയാലോ. അപ്പോൾ ഇത് ചോളപ്പൊടി ആട്ടോ. അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക, അതുപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ പുട്ടുകുറ്റിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, അതുപോലെ നമ്മുടെ ചോളപ്പൊടി കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് 5 മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാൻ മാക്സിമം നോക്കാം കേട്ടോ, കാരണം അപ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് കറികളോ അങ്ങനെയൊന്നും ആവശ്യമില്ല. വെറുതെ വേണമെങ്കിലും കഴിക്കുക, ഇല്ലെങ്കിൽ 2 പഴം വേണമെങ്കിലും മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തിവിടെ പഴമായിട്ട് എടുത്ത് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലേക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു.